ഇവനെന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയോ? നസീഫിന്റെ വിജയത്തിൽ എനിക്ക് എന്താണ് പറയാനുള്ളത്? മാത്സ് സയൻസ് ഒന്നും ബേസിക് ഇല്ലല്ലോ, 4ാം ക്ലാസ് വരെ പഠിച്ചിന്. 10th എച്ചാന്ന് ഡിവിഷൻ കിട്ടി. ലാസ്റ്റ് കുട്ടികള് പുറകിലോട്ടുള്ള ഡിവിഷന് കിട്ടിയത്. ഞാൻ ഇംഗ്ലീഷ് പറയാത്തതുകൊണ്ട് കുറെ കഷ്ടപ്പെട്ടു, ഒന്നും മനസ്സിലാവാണ്ട്. അതിന് ഞാൻ ഈ ക്ലാസ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ സ്പോക്കൺ ഇംഗ്ലീഷ് ചേർന്നു. എന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാനൊന്നും കഴിയില്ല. ഒപ്പം ആകുമ്പോൾ മെയിനായിട്ട് അവരെല്ലാം ഓരോ ദിവസത്തെ ഷെഡ്യൂൾ, ഓരോ മാസത്തെ ഷെഡ്യൂൾ എല്ലാം തരും. അപ്പോൾ ഒപ്പരം നിന്ന് കൊടുത്തതിനാൽ തന്നെ അതിന്റെ കൂടെ അങ്ങ് കൂടിപ്പോകും. 485 ഇവന് കാൽക്കുലേഷൻ ചെയ്തത് ആദ്യം. അൽഹംദുലില്ലാ 691 കേട്ടപ്പോൾ ഞാൻ സന്തോഷം, സത്യം പറഞ്ഞ കരഞ്ഞു പോയി. ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള ഡോപ്പയിലെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ടോപ്പേഴ്സിനെ മീറ്റ് ചെയ്യുന്ന ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നസീഫിൻ്റെ വീട്ടിലാണ്. ആക്ച്വലി നസീഫ് തന്നെ പറയാം, അല്ലെങ്കിൽ നസ്വീഫ് പേര് അങ്ങനെ തന്നെ ഇട്ടായിരുന്നു. അങ്ങനെ ആ സ്വാദുള്ള പേരാണ്. ഓക്കെ ഓക്കെ. സോ ഒരു ബിഗർ ഫാമിലി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ഇൻക്ലൂഡ് ഇതൊക്കെ നമ്മുടെ ഫാമിലി പെട്ടതാണ്. 2 പേരും കൂടി ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തും. ഉമ്മാൻ്റെ ഉമ്മ, ബ്രദറിലോ, സിസ്റ്ററിന്റെ ഭർത്താവ്. ഇവിടെ അടുത്ത് തന്നെയാണ്, വീട് അടുത്ത് തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇവരെല്ലാവരും അടുത്തുനിന്ന് നസീഫ് പോയോണ്ടിരിക്കുന്ന വഴികൾ, ഇപ്പം ആക്ച്വലി +2 കഴിഞ്ഞ് അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഈ ഒരു മാർക്കിലേക്ക് എത്തി. 691 ആണ് ഇപ്പം എത്തിയിരിക്കുന്ന മാർക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു മാർക്കിലേക്ക് എത്താൻ സോ ആദ്യം എന്നോടും ചോദിക്കാം, അവൻ എന്ന് മുതലാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം അല്ലെങ്കിൽ ഡോക്ടർ ആവണമുള്ള ആഗ്രഹം എന്ന് മുതലാണ് അവൻ ഉണ്ടായത്? അവനിക്ക് +1 എത്തിയപ്പോഴാണ് ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം. അതിന് മുന്നേ കുട്ടികൾ പറയുന്നില്ല പോലീസ് ആവണം, ടീച്ചർ ആവണം, ഡോക്ടർ, അങ്ങനെ ആ സമയത്തൊന്നും ആഗ്രഹമൊന്നും ഉണ്ടായില്ല. 4ാം ക്ലാസ് എത്തിയപ്പോൾ അവനിക്ക് ഹിഫ്ള് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവന് പറഞ്ഞു. അവനുണ്ട് സാധാരണ പാരന്റ്സിനുണ്ടാവില്ല. അവനുള്ള ആഗ്രഹമാണോ? അവനുള്ള ആഗ്രഹം പറഞ്ഞിട്ടില്ല. ഒരൊറ്റ വാക്ക്, എനിക്ക് ഹിഫ്ള് പഠിക്കണം, എനിക്ക് ഹാഫിൾ ആവണം. അങ്ങനെ ഞാൻ ഒരു വർഷം ഇവിടെ കണ്ണൂർ എടുത്ത കോളേജ്, ചെറിയ 9 വയസ്സാവില്ലേ, ആ പ്രായത്തിൽ 4ാം ക്ലാസ് സ്കൂളും നിർത്തി അവിടെ കൊണ്ടുവിട്ടു. അവിടെ നിന്ന് ഹിഫ്ള് 11 മാസം കൊണ്ട് മാഷാഅല്ലാഹ് പൂർത്തിയാക്കി. ഹാഫിളാണ്. ഇപ്പൊ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ മറന്നു പോവല്ലേ, ഖുർആനല്ലേ. അപ്പൊ അതിപ്പോ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 11 മാസം കൊണ്ട് ആയിന് ഹാഫിള്. അപ്പൊ മാഷാഅല്ലാഹ് അങ്ങനെ അവൻ 4ാം ക്ലാസ് 5ാം ക്ലാസ് ആകുമ്പോഴത്തേന് ഖുർആൻ മൊത്തം പഠിച്ചു. 12 മാസം കൊണ്ട് ഖുർആൻ മനപ്പാടാക്കി. അപ്പൊ അത് റിപ്പീറ്റ് ചെയ്യാൻ കാലിക്കറ്റ് പോയി. അന്നൊക്കെ ഈ നോമ്പിനൊക്കെ പള്ളിയിലൊക്കെ നിൽക്കാറുണ്ടല്ലേ, അങ്ങനൊക്കെ ഉണ്ടാറുണ്ട്. ഇമാമൊക്കെയാണ്, ഇമാമായിട്ട് പ്രസംഗം, പാട്ട് ഒക്കെ ഉണ്ട്, എല്ലാ ഇതും ഉണ്ട്. മാഷാഅല്ലാഹ് ചെറുതിലെ അതൊക്കെ ഒരു കഴിവുണ്ട്. അങ്ങനെ 2-3 വർഷം കാലിക്കറ്റ് റിപ്പീറ്റ് ചെയ്ത് ഖുർആൻ തന്നെ. അപ്പോ 9th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡ് എത്തിയപ്പോ എനിക്ക് കാലിക്കറ്റ് ഫുഡും കാര്യമൊന്നും പിടിക്കുന്നില്ല അവിടെ ഇവിടെ നിന്ന് കോളേജിൽ. പിന്നെ എനിക്ക് പല അസുഖങ്ങളും വരുത്ത്. പിന്നെ ഇവൻ പറഞ്ഞു, ഉമ്മ ഞാന് വീട്ടിലേക്ക് നാട്ടിൽ വന്ന് പഠിക്കാം, സ്കൂളിൽ കയറാം, പിന്നെ അങ്ങനെ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവിടത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ നമ്മള് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളില്, ഹയർ സെക്കൻഡറി സ്കൂൾ ചെമ്പിലോട് സ്കൂളില്, ഗവൺമെന്റ് സ്കൂൾ, അവിടെ 9th അഡ്മിഷൻ എടുത്തു. പക്ഷെ എനിക്ക് മാത്സ് സയൻസ് ഒന്നും ബേസിക് ഇല്ലല്ലോ, 4ാം ക്ലാസ് വരെ പഠിച്ചിന്. അപ്പൊ 9th ജസ്റ്റ് ഒന്ന് അന്നേരം പാസ്സാക്കി വിടണമെന്നില്ല. ഇപ്പൊ അപ്പൊ 10th എത്തി. 10th എച്ചാന്ന് ഡിവിഷൻ കിട്ടി. ലാസ്റ്റ് കുട്ടികള് പുറകിലോട്ടുള്ള ഡിവിഷന് കിട്ടിയത്. ഏറ്റവും ലാസ്റ്റ് മാർക്കുള്ള ഏറ്റവും ലാസ്റ്റ് മാർക്കുള്ള അതായത് മാർക്കില്ലാത്ത ആ ഡിവിഷനെ കിട്ടിയത്. അപ്പൊ ആ ഡിവിഷന് കിട്ടിയപ്പോ ഞാൻ പറഞ്ഞ മോനെ ശ്രമിച്ചാൽ മോനിക്ക് നല്ല മാർക്ക് നേടാം, അതുകൊണ്ട് മോനെ ആ കുട്ടികളെ കൂടെ കൂടിയിട്ട് മോനെ ഇതാക്കറെന്ന് പറഞ്ഞു. അപ്പൊ സ്കൂൾ തുറന്നാൻ തന്നെ അവിടുന്ന് ഒരു ടീച്ചർ വന്ന്, ഈ ക്ലാസ്സിൽ ഇതുവരെ ആരും ഫുൾ A+ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളും അത് പ്രതീക്ഷിക്കണ്ട. ഇവൻ വൈകുന്നേരം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉമ്മ ഇങ്ങനെ ടീച്ചർ, ഞാൻ പറഞ്ഞു അതും മോന് മനസ്സിലെടുക്കട്ടെ, ആ ടീച്ചർക്ക് തെറ്റുപറ്റിയ ടീച്ചർ പ്രോത്സാഹനം കൊടുക്കലേ. പിന്നെ മാത്രമല്ല ഇവൻ സാധാരണ ഒരു ഫ്ലോയിലല്ല വന്നത്. അങ്ങനെ ഇവന് പഠിച്ച് ആർക്കൊല്ല പരീക്ഷ കഴിഞ്ഞപ്പോ എല്ലാം B+ഉം B ഒക്കെ ആയിരുന്നു ഗ്രേഡൊക്കെ. ആർക്കൊല്ല പരീക്ഷക്കും മാത്സിനൊക്കെ B ഒക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ കൊറോണ വന്ന് 2 മാസം സ്കൂള് ഓഫായി, ഓൺലൈനിലായല്ലോ. അങ്ങനെ മാത്സ് ഒക്കെ എക്സാം എടുപ്പിച്ച്. ഫസ്റ്റ് കമ്പ്യൂട്ടർ എക്സാം കൊറോണ വന്നത്. അതിനുശേഷം എക്സാം വെച്ച്
എക്സാം സ്റ്റോപ്പ് ആക്കി. അതിൻ്റെ ഇടയിൽ കുറെ ലീവ് കിട്ടി. കൊറോണ ആയത് കാരണം. കൊറോണ ആയത് കാരണം അതുവരെ അന്നേരമാണ് ഒരു ബോധം വരുന്നു, എന്തായാലും പഠിച്ചതിനറിയാൻ സയൻസ് എടുക്കാൻ പറ്റും. ഞാൻ പണ്ടേ ഈ നമ്മുടെ ഇസ്ലാമിക് ഫീൽഡിൽ നിന്ന് അവിടെ നിന്ന് കോളേജിൽ നിന്ന് ഒഴിവായ തന്നെ അവിടെ നിന്ന് എല്ലാ സ്റ്റഡീസ് ഉണ്ടാവുമായിരുന്നു, സയൻസ് മാത്സ് സാധനങ്ങളൊക്കെ. ഇഫ്ലു പഠിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം ഉണ്ടാവും. ബാക്കി ഇങ്ങനെ പഠിക്കാറ് അപ്പോൾ 6, 7, 8 ഒക്കെ തുല്യത അല്ല, അവിടുന്ന് തുല്യതന്റെ SLC എഴുതിക്കും. NSIന്റെ സിലബസ് ആണ്. അപ്പൊ ആ സമയത്ത് എത്തുമ്പോൾ അത് പഠിപ്പിക്കും. അപ്പൊ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ അവിടുന്ന് ഒഴിവായത് തന്നെ. NSI എഴുതിയിട്ട് നമുക്ക് നീറ്റ് എഴുതി ക്രാക്ക് ചെയ്താൽ നടക്കില്ല. അവൻ അവിടെ നിന്ന് എടുക്കുന്ന +1 +2 എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് അങ്ങനെ. അതിന് 10ാം ക്ലാസ് നീറ്റോ ഒക്കെ സ്വപ്നം കണ്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നോ? എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് എന്നലെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആരോടും പറഞ്ഞില്ല. പറ്റുള്ളൂ. എന്നിട്ട് കോവിഡ് വന്ന് ബ്രേക്ക് ആയതിനു ശേഷം ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കോവിഡ് വന്നതിന് ശേഷം അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി, നോട്ട് ചെയ്തിട്ടില്ല. ക്ലാസ്സിൽ അങ്ങനെ ഞാൻ ആഴ്ചക്ക് 2 ദിവസം അങ്ങനല്ലേ ക്ലാസ് പോകുള്ളൂ സ്കൂളിൽ. അന്നേരം ബോധം വന്നു, എന്തായാലും പഠിക്കാണ്ടെങ്കിൽ എന്തായാലും സയൻസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ അവര് ചില്ലാതെ പിന്നെ ഞാൻ യൂട്യൂബ് കണ്ടിട്ട് ക്ലാസ് കണ്ടിട്ട് രാത്രിയും എല്ലാം യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് എക്സാമിന്റെ സമയത്ത് അങ്ങനെയാണ് 10ാം ക്ലാസ് എക്സാം ചെയ്തത്. എന്നിട്ട് എന്ത് കിട്ടി? എക്സാമില് ഒരു Aയും 9A+ കിട്ടി. ആ ഡിവിഷൻ H ടോപ്പർ ആയിരിക്കും. കൊറേ ടീച്ചർമാരെ വിളിച്ചിട്ടുണ്ട്, പഠിക്കുന്ന ഇങ്ങനെ അറിയില്ലേനും. അന്ന് പഠിക്കാൻ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സ് ഏതെങ്കിലും ഉണ്ടോ? അന്നേരം സോഷ്യൽ ടീച്ചർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിന്റെ ടീച്ചർ സോഷ്യൽ ടീച്ചർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി. വേറെ തന്നെ അറിയുന്നില്ല. നമ്മുടെ കച്ചറ ക്ലാസ് ആയതുകൊണ്ട് ടീച്ചർമാര് വന്ന് ക്ലാസ് എടുക്കും പോകുന്നല്ലാണ്ട് കുട്ടികളെ ഈ കൗണ്ടർ അടിക്കുക അങ്ങനെ ടീച്ചർമാരങ്ങനെ ക്ലാസ് എടുക്കാൻ വിടൂല. അങ്ങനത്തെ ഒരു ബേളുള്ള ക്ലാസ്സിന് വിടുക. നീ അങ്ങനെ അല്ലായിരുന്നല്ലോ. പക്ഷെ നിന്നെ കാണാൻ പറ്റില്ലല്ലോ ഇല്ലല്ലേ. പക്ഷെ ഞാനും അങ്ങനെ ആയിപ്പോയി. ഞാനങ്ങനെ ആയിരുന്നു. ചിലപ്പോ അന്നത്തെ മെയിൻ അനുഭവം ചിലപ്പോ ഇവനായിരിക്കും അല്ലേ? ആണോ? ഓക്കെ. എന്നിട്ട് എന്ത് ഉപയോഗിച്ചു 10ാം ക്ലാസ് റിസൾട്ട് കഴിഞ്ഞിട്ട്? അപ്പൊ സയൻസ് എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. സയൻസ് എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ പിന്നെ എക്സാമിന്റെ സമയത്ത് നോക്കിയിട്ട് മാർക്ക് കിട്ടിയതാണ്. അല്ലാണെങ്കിൽ ശരിക്കും ബേസ് ഇല്ല, ഇംഗ്ലീഷ് അറിയില്ല, പിന്നെ മാത്സിൽ കറക്റ്റ് മര്യാദയ്ക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഞാൻ +1 ചേർന്നേരം കുറെ തീരെ പഠിക്കാൻ പറ്റാണ്ടായി. +1 ചേർന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടേ ചേർന്നേ. ഇവിടെ സ്കൂളിൽ കിട്ടിയെങ്കിൽ എടുത്തപ്പോ ഇവിടെ ഞാൻ ഇവിടെ സ്കൂളിൽ പോയാല് ഇപ്പൊ ഓൺലൈനിൽ ക്ലാസ് ആണ്, ഫോണും കളിയും ചങ്ങായിമാറുമായിട്ടുള്ള ഇതായിരിക്കും. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ പോയിട്ട് പഠിച്ചോട്ടെ, എവിടെയെങ്കിലും ഹോസ്റ്റലിൽ പോയി പഠിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, മോൻ നിൽക്കുവോ? കാരണം ഇങ്ങനെ ഒരിക്കൽ വന്നല്ലോ, മോനിക്ക് അമ്മ ഞാൻ നിന്നോളും, കുഴപ്പമില്ല, എനിക്ക് പഠിക്കണം. എവിടെയാകുമ്പോ ഞാൻ ഫുട്ബോളിന്റെ മെയിൻ ആണ്, ഫുട്ബോളും കാര്യമൊക്കെ ആയി ഞാൻ ചങ്ങായിമാർ കൂടെ ഇപ്പൊ പഠിക്കാൻ ഇതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കൊണ്ടുപോയിട്ട് എസ്കോള ഇന്റർനാഷണൽ സ്കൂളില്ലേ അവിടെ അന്വേഷിച്ച്, അപ്പൊ അവര് ഓൺലൈനായിട്ട് പിന്നെ ഇന്റർവ്യൂ നടത്തി. അപ്പൊ അവര് പറഞ്ഞു നമ്മൾ എടുത്തോളാം. പിന്നെ അന്നേരം ഓൺലൈനിലാണ് ക്ലാസ്സും. +1 ഫുൾ ഓൺലൈനിലെ ക്ലാസ്. അങ്ങനെ +1 ഓൺലൈനായിട്ട് ഇവിടെ തന്നെ ഇവന് കേട്ട് പഠിച്ചു. വേറെ ഒന്നും ഓൺലൈനായിട്ട് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് അല്ലേ, ആരും അങ്ങനെ പഠിക്കുന്നതല്ലേ. നമുക്ക് ഒന്നാമത് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് സ്കൂളിൽ ചേർന്നിട്ടുണ്ട് കോളേജിൽ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തൊട്ടുള്ള കുറെ ക്ലാസ് കിട്ടിയിട്ടില്ല. ഒരു 8 പാഠം മിക്സ് ആണ്, എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ മിക്സ് ആണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇംഗ്ലീഷ് പറയാത്തതുകൊണ്ട് കുറെ കഷ്ടപ്പെട്ടു, ഒന്നും മനസ്സിലാവാണ്ട്. അതിന് ഞാൻ ഈ ക്ലാസ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ സ്പോക്കൺ ഇംഗ്ലീഷ് ചേർന്നു. ഇല്ല, ഓൺലൈനിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ചേർന്നു. വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. അപ്പൊ അങ്ങനെയാണ് ഇംഗ്ലീഷ് കുറെ, സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് കുറച്ച് പഠിക്കുന്നത്. അങ്ങനെ +1 +2 +1 പിന്നെ കൊറോണ പോയി, പിന്നെ അവിടെ ഹോസ്റ്റൽ ഉണ്ടായില്ല. പിന്നെ +1 എക്സാമിന്റെ സമയത്ത് പോയി. അപ്പോഴും മെയിനായിട്ട് നോട്ട്സ് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ യൂട്യൂബ് കണ്ടിട്ട് ഇപ്പൊ ഡോപ്പന്റെയും സൈലത്തിന്റെ ഒക്കെ യൂട്യൂബ് കണ്ടിട്ടാണ് +1 +2 +1 പാസ്സായത്. +2 എന്നിട്ട് +1 +2 എങ്ങനെ സ്കോർ ചെയ്തു? എത്ര ഉണ്ടായിരുന്നു? 2022 +2 പാസ്സായത്. ഓക്കെ. എന്നിട്ട് +2 പാസ്സായി. എന്തായിരുന്നു? പിന്നെ ടോട്ടൽ 97%. ഓക്കെ, വാങ്ങിച്ചു.
അല്ല ഈ സമയത്തൊക്കെ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന പേഴ്സൺ ആയിരുന്നോ? ഇല്ലില്ല, ഞാൻ ഇതുവരെ NCERT എന്ന് പറഞ്ഞ ടെസ്റ്റ് ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. ഈ +2 കഴിഞ്ഞിട്ടും പിറ്റേത്തെ കൊല്ലം ഒരു 1 ഇയർ ഞാൻ റിപ്പീറ്റ് ചെയ്തു. ആദ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ NCERT തുറന്നു നോക്കിയിട്ടില്ല. അപ്പോൾ MCQ ആദ്യമായിട്ട് കാണുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോൾ പിന്നെ അവിടെ. അപ്പോൾ +2 കൂടെ നീറ്റ് എഴുതിയിരുന്നോ? +2 കൂടെ നീറ്റ് ചെയ്തിരുന്നു. എത്ര സ്കോറൊക്കെ ഉണ്ടായിരുന്നു? 140 സംതിങ്. 140. സാലിമിന്റെ ആ റേഞ്ചിലൊന്നും എത്തിയിട്ടില്ല. സാലിമ് 41 ആയിരുന്നു. 140 സ്കോർ ഉണ്ടായിരുന്നു. സ്കോർ ഉള്ളായിരുന്നു. എന്നിട്ട് ഇനി 2023 എഴുതിയപ്പോൾ എത്ര ഉണ്ടായിരുന്നു? അത്യാവശ്യം മെച്ചപ്പെട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ബേസ് ഒക്കെ ഉണ്ടാക്കി വരെയാണ്. ഓക്കെ. എന്നിട്ട് ഡോപ്പയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോൾ 2023 അല്ലെങ്കിൽ 2022 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 2023 to 2024 റിപ്പീറ്റ് ചെയ്തു, 2 തവണ റിപ്പീറ്റ് ചെയ്തല്ലോ. എന്തൊക്കെയാ മേജർ ഡിഫറൻസ് ആണ് ഫീൽ ചെയ്തിരുന്നത്? എനിക്ക് മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡോപ്പയിലെ സിസ്റ്റം കറക്റ്റ് ഒരു ഷെഡ്യൂൾഡ് ആയിട്ടാണ്. ഒരു 1 ഇയർ ഷെഡ്യൂൾ ആദ്യമേ ഡോപ്പയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാനൊന്നും കഴിയില്ല. ഞാൻ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കില്ല. ഡോപ്പയാകുമ്പോൾ മെയിനായിട്ട് അവരെല്ലാം ഓരോ ദിവസത്തെ ഷെഡ്യൂൾ, ഓരോ മാസത്തെ ഷെഡ്യൂൾ എല്ലാം തരും. അപ്പോൾ ഒപ്പരം നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ കൂടെ അങ്ങ് പോയിക്കോളും. എല്ലാണ്ട് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ട് പഠിക്കുക അങ്ങനെ സംഭവം നടക്കില്ല. ഓക്കെ. എന്താ വീട്ടിലെ പഠന ഡിഫിക്കൽട്ടീസ് ഒക്കെ ആരാ ഷെയർ ചെയ്യും? ഉമ്മ തന്നെയാണോ ഉപ്പയാണോ ആരാ? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പ. ഇപ്പൊ എന്ത് പറഞ്ഞു? എല്ലാ ദിവസവും ഇപ്പൊ രാവിലെ എണീച്ച് പഠിക്കാൻ വിചാരിക്കും. രാവിലെ ഇപ്പൊ മീനിന്റെ തൊഴിലാളിയുണ്ട്. ഇപ്പൊ രാവിലെ 3 മണിക്ക് എണീച്ചിട്ട് പണിക്ക് വന്നേ. ഉറക്കം അങ്ങനെ കുറവാണ്. ഇപ്പൊ രാത്രി വന്നിട്ട് രാവിലെ എണീച്ചിട്ട് പണിക്ക് വന്നേ. അപ്പൊ ഞാനിപ്പോ രാത്രി ഉറങ്ങുമ്പോൾ വിചാരിക്കും രാവിലെ എണീക്കാൻ വെച്ചാൽ രാവിലെ എണീക്കുമ്പോൾ മനസ്സിൽ വരാം ഇപ്പൊ രാവിലെ 3 മണിക്ക് എണീച്ചിട്ട് പോകുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് എണീച്ചു വിടാന്നല്ലേ? അത്ര നേരത്തെ എണീറ്റ് പഠിച്ചുവിടാന്നല്ലേ? പഠിക്കാനോ തന്നെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട പണികളേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി എണീറ്റ് പഠിക്കാൻ പറ്റിയത്. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഈ ഒരു കഴിഞ്ഞൊരു വർഷം ഫേസ് ചെയ്ത് വീട്ടുകാരോട് പറയേണ്ടതോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യേണ്ടതോ ആയിട്ടുള്ള? സിമ്പിളായി ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിരുന്നോ യാത്ര ഈ ഒരു 1 or 2 ഇയർ? സിമ്പിളാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇരുന്ന് പഠിക്കുന്ന ടൈപ്പല്ല. എക്സാം വരുമ്പോൾ പഠിക്കുക അങ്ങനത്തെ ടൈപ്പ് ആയിട്ട് തന്നെ അത് ഭയങ്കര ഇരുന്ന് പഠിക്കുന്ന നല്ല ഡിഫിക്കൽട്ടി. ഓക്കെ. പിന്നെ ഈ കച്ചറ കളിക്കാൻ നിൽക്കാൻ പറ്റില്ല. അറിയാം. ഞാൻ സാറിന് തന്നെ ഒരുപാട് തവണ അന്യം നമ്മൾ കുറച്ച് ആൾക്കാരെ ഞാൻ സാർ ഒരുപാട് തവണ ഫസ്റ്റിൽ പിടിച്ചിട്ടുണ്ടോ. അതിന് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇരുന്ന് പഠിക്കാൻ പറ്റൂല. പിന്നെ എന്തെങ്കിലും ഒരു കുട്ടി അങ്ങനെ മെല്ലെ പിടിച്ച് ബാഗ് മുന്നിൽ കൊണ്ടുവരുത്തി കഴിഞ്ഞാൽ വേഗം ബാക്കിൽ പോയിട്ട് അവിടെ എത്തിയിട്ടുണ്ടാവും അല്ലേ? അതാണ് ഞാൻ ഒന്നാമത് പണ്ടേ ശീലിച്ചു പോയി. അമ്മക്ക് ഇതൊക്കെ അറിയണോ അതൊക്കെ? പണ്ടേ ബാക്ക് വെച്ചറിയ. പിന്നെ ഞാൻ സാറ് അന്നേരം ബാക്കിൽ വർത്താനം പറയും. പഠിപ്പ് സൈഡിൽ കൂടെ കൊണ്ടുവന്നു ആദ്യമൊക്കെ അങ്ങനെ. പിന്നെ മെയിനായിട്ട് ഞാൻ സാറ് കാരണം ഞാൻ കുറെ മാറി. എല്ലാവർക്കും അറിയാം, ലോക്കൽ സ്റ്റുഡൻസിന് വെച്ചാൽ മനസ്സിലാവും. ഞാൻ പിന്നെ യാസാറ് യാസാർ കുറെ പറഞ്ഞിട്ട് ഞാൻ പിന്നെയും ബാക്കിൽ തന്നെ പോയിരിക്കും, മുമ്പിലിരിക്കൂല. പിന്നെ സാർ എന്നെ പിടിച്ചിട്ട് മുമ്പിൽ ഫസ്റ്റ് ബെഞ്ചിൽ കൊണ്ടിരുത്തി ഫസ്റ്റ് ആളായിരിക്കും. പിന്നെ അവിടെ നിന്ന് പിന്നെ പഠിക്കാൻ തുടങ്ങി. വർത്താന കളിയൊക്കെ കുറച്ച് പിന്നെ മനസ്സിലായി ഏത് അവസ്ഥയിൽ എക്സാം എഴുതേണ്ടി വരുമല്ലോ. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ സംസാരം ബാക്കി കാര്യങ്ങളല്ലാണ്ട് അതിപ്പോൾ കുറേ കുട്ടികൾക്ക് അങ്ങനെ പോലെ ഉണ്ടാവും. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഫേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത്? ശരിക്കും പറയുകയാണെങ്കിൽ റിപ്പീറ്റിങ്ങിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വർഷത്തെ ഈവൺ 570 വാങ്ങിച്ച അതിൻ്റെ വർഷം എന്നിട്ടിപ്പോൾ ഒരു 700 അടുത്തുള്ള സ്കോറിലേക്ക് എത്തുന്ന സമയത്ത് ആ അത്രയും വർക്ക് ഉണ്ടെന്ന് ചിലപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത്ര പണിയുണ്ടെന്ന് ആദ്യം വിചാരിച്ചിരുന്നോ? ഇല്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇത്ര വർക്ക് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാതെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്? മെയിനായിട്ട് കളി. എല്ലാ ദിവസവും കളിക്കാൻ പോകുന്നതാ. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ മൊത്തത്തിൽ ഒഴിവാക്കി. പിന്നെ ഫ്രണ്ട്സ് കുറെ നാട്ടിൽ തന്നെ ഒരു ദിവസം ലീവിന് വന്നതിന് കുട്ടികളെ ചോദിക്കുക എപ്പോഴാ പോകുന്ന ചോദിക്കാം. ഫസ്റ്റ് വരുമ്പോ തന്നെ ഒരു ചോദിക്കും നമ്മള് നാട്ടിൽ കാണായിട്ട്. അങ്ങനെ ഫ്രണ്ട് സർക്കിൾ മൊത്തത്തിൽ ഒഴിവാക്കി. പിന്നെ എല്ലാരും ചോദിക്കും നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ സമയത്ത് ഇങ്ങനെ പഠിക്കാൻ, എന്തായാലും വേറെ പണിക്ക് പോയി കൂടെ ആൾക്കാർ എല്ലാരും ചോദിക്കുന്നുണ്ട്. തിരിച്ചെടുത്തോ? എല്ലാരും തിരിച്ച് ഗ്യാങ്ങിലേക്ക് കയറ്റിയോ? റിസൾട്ട് വന്നാൽ എല്ലാരും വിളിച്ചു.
അങ്ങനെ എല്ലാവരും ഒരു ട്രീറ്റ് ഒക്കെ കൊടുത്ത് രണ്ടാമത് സോൾവ് ആക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നു അല്ലേ? അങ്ങനെയല്ല സാധാരണ. മൊബൈൽ എടുത്തൊക്കെ കളിക്കാറുണ്ടായിരുന്നോ? ഓ ഞാൻ നല്ല മൊബൈൽ കളിക്കും, നല്ല ഗെയിമിന് നല്ല അഡിക്റ്റ്. ഹോസ്റ്റലിനോ? ഹോസ്റ്റലിനല്ല ഇവിടുന്ന്. ഇവിടെ പെങ്ങളെ താത്താന്റെ കല്യാണത്തില് ആകെ 2 ദിവസം തലേന്ന് രാത്രി വന്ന് കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ പോയി. കാരണം ഒന്നും മറ്റുള്ള കുടുംബക്കാരൊക്കെ ചോദിച്ചില്ല അപ്പൊ അങ്ങനെ പോകുമ്പോ? അത് ഏത് ഡേറ്റിലായിരുന്നു? അല്ല അത് ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്, അതൊരു ഫുള്ളായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എന്നാ ഇവിടെ ഉമ്മനോട് ചോദിച്ചു നോക്കാം. എന്താ ഉമ്മ, എങ്ങനെയുണ്ട് ഞാൻ പഠിക്കുന്നത് ഈ ഒരു കൊല്ലം? നല്ലോണം ചെയ്തിട്ടുണ്ട്. ഉമ്മക്ക് അവനൊരു ഡോക്ടറായി കാണുന്നത്. എന്തിന്റെ ഡോക്ടറായി കാണാൻ താല്പര്യം? അതാണ്. എന്നാൽ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാവില്ല അവൻ ഇതിന്റെ ഡോക്ടറായി കഴിഞ്ഞാല്? ഷുഗറോ പ്രഷറോ ഒക്കെ ഉണ്ടാവും എന്തെങ്കിലും? അതുള്ളൂ. എന്നാ പിന്നെ അതിന്റെ ആയിക്കോട്ടെ, അതല്ലേ നല്ലത്. അങ്ങനെ എന്തെങ്കിലും നോക്കാം. അതൊന്നും ഇപ്പൊ നോക്കാനായിട്ടില്ല. ഗൂഗിൾ അടിച്ചു ഇപ്പോഴേ പഠിക്കുന്ന വിചാരം, വാണ്ടി പഠിക്കുന്ന ഫസ്റ്റ് ഇയർ MBBS ആയി എന്നാണ് വിചാരം. ഈവൺ ഫസ്റ്റ് ഇയർ MBBS പോലും നമുക്ക് അങ്ങനെ കിട്ടാറില്ല. ഈവൺ എന്താണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഇയർ MBBS കഴിഞ്ഞ സമയത്തുണ്ട് നാട്ടുകാരൊക്കെ ചെറിയ കുട്ടികളെ മരുന്ന് പഠിച്ചു എന്ന് വിചാരിക്കുക ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ. പിന്നെ നേരത്തെ മാസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് ഒരു ഇൻസിഡൻസ് ഉണ്ടായിന്. അതെന്ന് വെച്ചാൽ വീടിൻ്റെ അടുത്ത് ഒരാൾ കുറച്ച് കടപ്പിലായിട്ടുള്ള ഒരു വലിയമ്മ ഉണ്ടായിന്, ഒരു മരിച്ചതിന് കൺഫേം ആക്കാൻ, ഞാൻ അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാണല്ലോ, കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിന്. അപ്പോൾ എന്നെ കൺഫേം വിളിക്കുമ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ശ്വാസം എടുക്കുന്നില്ല, ഹൃദയം എടുപ്പില്ല, പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിച്ചു. പക്ഷെ പോകുമ്പോഴാണ് പറയുന്നത് ഈ ഉമ്മ കുറേ കാലമായി കിടപ്പിലായിട്ട് 5-6 കൊല്ലമായി, കുറേ നല്ല പ്രായമുണ്ട്, 90-100 അടുത്ത വയസ്സുണ്ട്, 2-3 തവണ ഡോക്ടർമാർ വന്നിട്ട് മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പം തന്നെ എൻ്റെ ഉമ്മക്കൊക്കെ പേടിയായി. അങ്ങനെ ഞാൻ പോയി മരിച്ചു എന്നുള്ളത് കൺഫേം ആക്കി പോകുന്നു. പിറ്റേ ദിവസം കബറെടുക്കുന്നത് വരെ എൻ്റെ ഉമ്മക്ക് പേടിയായിരുന്നു. ഞാൻ പറഞ്ഞത് കാര്യം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലോ. കബറെടുക്കാൻ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഉമ്മ സമാധാനമായി എന്ന് പറഞ്ഞത്. അതേപോലത്തെ എനിക്ക് കുറേ കാര്യങ്ങൾ വരാണ്ട്. അപ്പൊ നീ ഗൂഗിൾ അടിച്ചു നോക്കും. ഇനി ഏതായാലും അടുത്ത വർഷം മുതൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ കാര്യത്തിനൊക്കെ ഇടപെട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റട്ടെ. ഗൂഗിൾ ഇല്ലാണ്ട് തന്നെ അല്ലേ? ഗൂഗിൾ ഇല്ലാണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു ആസ് എ ബ്രദർ ഇൻ ലോ? എങ്ങനെ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് കാണല് കുറവാ. കാരണം അന്ന് കല്യാണം കഴിഞ്ഞത് ഒരു ഹോസ്റ്റലിൽ വന്ന് പോയതാണല്ലോ അല്ലേ? റയറെ കാണല് 2 ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ വൈഫിനോട് പറയലുണ്ട്, നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്, നല്ല നിലയിലെത്തും, ഞാൻ സംസാരിക്കലുണ്ട്. ഇപ്പൊ കിട്ടിയ കുറച്ചാള്. എന്താണ് ഉപ്പക്ക് പറയാനുള്ളത്? പഠിക്കുന്നത് ഇപ്പം നെക്സ്റ്റ് ഇയറിൽ ഇപ്പോൾ എന്നെ പോലെ പഠിക്കുന്ന അല്ലെങ്കിൽ ഇവനെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാരൻസ് ഒക്കെ ഉണ്ടാവും, അവരോട് എന്താണ് ഒരു അനുഭവം എന്നുള്ള രൂപത്തിൽ പറയാനുള്ളത്? നിങ്ങൾക്ക് 2 വർഷത്തെ അവനെ പഠിപ്പിച്ച അനുഭവം ഉണ്ടല്ലോ. മെയിൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇടയ്ക്കിപ്പോ ലീവുള്ള സമയത്തല്ലോ പനപ്പുരം മീനെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അപ്പോ ആളുകൾ മീൻ വാങ്ങിക്കുന്ന ആൾക്കാരെന്ന് അറിയാം, മോനെ ഇപ്പോഴേ ഈ പണിക്ക് ഇറക്കിയാന്ന് ചോദിക്കും. എല്ലാരും വന്നിട്ട് ഇതാ ചോദിക്കാം, നിങ്ങൾ പാരമ്പര്യമായിട്ട് ഇതാന്നല്ലോ, മോനെ മീനിന്റെ പണിക്ക് ഇറക്കിയ അങ്ങനെ പോകുന്നുണ്ട്. എല്ലാം തന്നെ പറയാ അപ്പളെ എന്റെ ആദ്യം തന്നെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലായി. എനിക്ക് തോന്നുന്നത് MBBS ചേരുന്ന സമയത്ത് ഒരു 35,000 രൂപത്തോളം അല്ലെങ്കിൽ 40,000 രൂപ ചെലവുണ്ട്. നീ തന്നെ പോയിട്ട് ഏൺ ചെയ്യുന്ന നല്ലത്. ഇപ്പൊ പ്രത്യേകിച്ച് റീവാലുവേഷൻ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സമയം ഉണ്ടാവും. മനസ്സിലായിരിക്കും റിസൾട്ട് വന്നിട്ട് മീൻ വേണം. അപ്പൊ ആൾക്കാർ ചോദിക്കും പറയാലോ, പരിപാടിക്ക് പോകുമ്പോ ഇങ്ങനെ പണ്ട് ചോദിക്കല്ലോ പഠിക്കുന്ന ചോദിക്കും. അപ്പൊ MBBS പഠിക്കാന്ന് പറയാലോ അല്ലേ? MBBS പഠിക്കുന്ന ഒരു പാർട്ട് ടൈമിനാണെങ്കിൽ മീൻ സെയിലാക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞല്ലേ? എന്താണ് പിന്നെ ഇപ്പം ഈ വർഷം എഴുതാൻ പോകുന്ന പിള്ളേർ ഇപ്പം നിന്നെ പോലെ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് കിട്ടിയോളന്നില്ല. +2 കഴിഞ്ഞ് നീറ്റിനൊരു 280 300 അല്ലെങ്കിൽ 350 400 മാർക്ക് വാങ്ങിച്ച കുട്ടി നീറ്റ് എഴുതാൻ പോവുകയാണ് ഈ വർഷം. അതിന് മുന്നൊന്നും MCQ അങ്ങനെയൊന്നും പ്രാക്ടീസ് ചെയ്തില്ല. ഇങ്ങനത്തെ സ്റ്റുഡൻറ്റിനോട് എന്താ പറയാനുള്ളത്? മെയിനായിട്ട് പറയാനുള്ളത് ഉള്ളിൽ നിന്നൊരു മോട്ടിവേഷൻ വേണം പഠിക്കണമെങ്കിൽ. ഇപ്പൊ എന്തായാലും നമുക്ക് ഒന്നുമില്ലാണ്ട് നമ്മളെല്ലാം ഒരാൾ കളിക്കുമ്പോൾ അവരെ ബാക്കി പോകാണ്ടിരിക്കാൻ നമുക്ക് ഉള്ളിലൊരു മോട്ടിവേഷൻ എപ്പോഴും വേണം. ഇപ്പൊ സ്വന്തം എനിക്കിപ്പോ ഉപ്പാനെ വിചാരിക്കും, ഇപ്പൊ രാവിലെ പകലും ഇപ്പൊ 10 വയസ്സ് 11 വയസ്സായിട്ട് പണി തുടങ്ങിയതാ. അപ്പൊ ഇതുവരെ റെസ്റ്റ് ഇല്ലാത്ത പണിയാ. ഇപ്പൊ പെരുന്നാൾക്ക് വരെ പണിക്ക് പോകും. അപ്പൊ അങ്ങനെ ഉപ്പാനെ ഇപ്പൊ ഉപ്പാനെയും ഉമ്മാനെയും വീട്ടിലിരുത്തണം. നമുക്ക് സ്വന്തമായിട്ട് ഒരു മോട്ടിവേഷൻ വേണം. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. പഠന റിലേറ്റഡ് എന്ന് പറയാനുള്ളത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? മെയിനായിട്ട് പറയാനുള്ളത് പറഞ്ഞാല്
കെമിസ്ട്രി ഫിസിക്സ് എന്തായാലും ഫിസിക്സ് കെമിസ്ട്രി എല്ലാം ഫസ്റ്റ് NCERT വായിച്ചു പഠിക്കുക. അതാണ് മെയിനായിട്ട്. നമ്മളെല്ലാവരും മാറിപ്പോകും. NCERT അല്ലാണ്ട് തന്നെ വേറെ മെറ്റീരിയൽസ് എടുത്ത് ചെയ്യാൻ നോക്കും. അതെന്തായാലും ചെയ്യാറുണ്ട്. ഞാൻ എന്തായാലും ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് മെയിൻ പറ്റിയ ഫാൾട്ട് അതാണ്. NCERT തുറന്നു നോക്കിയില്ല. പിന്നെ നേരെ പോയിട്ട് വേറെ മെറ്റീരിയൽസ് ചെയ്യും. NCERT ഇതുവരെ തുറന്നു നോക്കില്ല. എക്സാമിന് ബയോളജി മാത്രം NCERT വായിക്കണ്ടായി ഫസ്റ്റ് റിപ്പീറ്റിന്റെ സമയത്ത്. ബാക്കിയൊന്നും NCERT വായിച്ചില്ലേ. പക്ഷെ അത് ഏറ്റവും വലിയ മണ്ടത്തിലാണ് പിന്നെ മനസ്സിലായത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം പ്ലസ് ടു ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ മെയിനായിട്ട് പറയാനുള്ളത് പ്ലസ് ടു ബേസ് ചെയ്തിട്ട് തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ സിലബസ് തന്നെയാണല്ലോ. അപ്പോൾ NCERT തന്നെ ബയോളജിയും കെമിസ്ട്രിയും നല്ല വൃത്തിക്ക് വായിച്ചിട്ട് ഫിസിക്സും ചില ചാപ്റ്റേഴ്സിൽ NCERT വായിക്കാണ്ട് തന്നെ ഫോളോ ചെയ്തു. ഓക്കെ, ഉമ്മക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ചില കുട്ടികൾ പഠിപ്പിക്കാൻ അവരോട് ഉണ്ടാവും, അവർക്ക് നിങ്ങൾക്കുള്ള അനുഭവം വെച്ചിട്ട് അവരുടെ പാരൻസിനോട് അല്ലെങ്കിൽ കുട്ടികളോട് മുന്നിൽ പറയാനൊരു ചാൻസ് കിട്ടി, ഈ കുട്ടി ഇതപ്പോൾ പഠിക്കാൻ പോവാണ്, എന്താ ചെയ്യാൻ നല്ലത് നിങ്ങളോട് ചോദിച്ചു, അപ്പോൾ എന്ത് പറയും? മക്കൾക്ക് എന്താ പഠിക്കാൻ ആഗ്രഹം വെച്ചാൽ അതിനോട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാം നമ്മുടെ രക്ഷിതാക്കളും. കാരണം ഇന്നത്തെ മക്കളെ നമ്മളെ ഇഷ്ടത്തിന് നിർബന്ധിച്ചിട്ട് ഒരു കോഴ്സിന് ചേർത്തിട്ട് കാര്യമില്ല. അവർക്കിപ്പോൾ ഒന്നെങ്കിൽ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ മറ്റുള്ള CA ഫീൽഡ് അങ്ങനെ പല ഫീൽഡ് ഉണ്ടാവുമല്ലോ ആഗ്രഹങ്ങൾ. ആ ആഗ്രഹത്തിനൊത്തിട്ട് പോകാൻ വിടാന്നുള്ളത്. അങ്ങനെ തന്നെ നീറ്റിനേക്ക് വേണ്ടി തന്നെ പഠിക്കാൻ തീരുമാനിച്ചൊരു കുട്ടിയാണ്, അവരോടാണെങ്കിൽ എന്താ പറയാനുള്ളത്? അവരോടാണെങ്കിൽ പറയണെങ്കിൽ കഷ്ടപ്പെട്ട് നേടാൻ പറ്റും, ഉറപ്പാ. കാരണം എൻ്റെ മോൻ്റെ അനുഭവം അതാണ്. എൻ്റെ മോനെ കഷ്ടപ്പാട് അത്രയും ഞാൻ ഓരോ സമയത്ത് പഠിച്ചതിനോട് അത്രയും കരഞ്ഞിട്ടുണ്ട് എൻ്റെ മോനെ കഷ്ടപ്പാടില്. എൻ്റെ മോനിക്ക് നല്ലൊരു ഹൈറായ വിജയം കൊടുക്കണേന്ന്. അതുപോലെ അൽഹംദുലില്ലാ നല്ലൊരു വിജയം തന്നെ കിട്ടി. പ്രതീക്ഷയിൽ 685 ഇവന് കാൽക്കുലേഷൻ ചെയ്തത് ആദ്യം. അൽഹംദുലില്ലാ 691 കേട്ടപ്പോൾ ഞാൻ സന്തോഷം സത്യം പറഞ്ഞ കരഞ്ഞുപോയി. പിന്നെ ഇപ്രാവശ്യത്തെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം കൊണ്ട് റാങ്ക് കുറച്ച് ഇത് നല്ലൊരു കോളേജിൽ തന്നെ എന്തായാലും കിട്ടാൻ പറ്റുന്ന വിശ്വാസമുണ്ട്. കാലിക്കറ്റ് അല്ലെങ്കിൽ തിരുവനന്തപുരം എന്തായാലും കയറും. കാലിക്കറ്റ് എന്തായാലും കയറും. പിന്നെ നമ്മുടെ ആഷിഖ് സാറിന്റെ ആ രാവിലെ മോർണിംഗ് മീറ്റിംഗ്, കാരണം ഞാൻ കഴിയുന്നതൊക്കെ കയറാറുണ്ട്. ചില സമയം മിസ്സായി പോകും. എല്ലാ മീറ്റിംഗിനും സ്റ്റുഡൻസിന്റെ എല്ലാ മീറ്റിംഗിനും കയറാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് പറയാൻ തോന്നിയ ഈ വർഷത്തെ എന്താ പറയാ ഇൻസ്പയറിംഗ് ഉണ്ട്? ഫാദർ മദർ എന്തായാലും ഡെഫിനറ്റ്ലി. പിന്നെ ആരൊക്കെയാ സ്പെഷ്യലി പേരെടുത്ത് പറയാനുള്ളത്? പിന്നെ ഉപ്പാപ്പ ഉമ്മാമ അവരെന്തായാലും എപ്പോഴും വിളിച്ചു കഴിഞ്ഞാല് നല്ല മോട്ടിവേഷൻ. നമ്മൾ പഠിച്ചാൽ മതി, ബാക്കി ഞാൻ ഏറ്റുന്നുണ്ടല്ലേ. പിന്നെ അളിയൻ വിളിക്കലുണ്ട്, പിന്നെ ഇത്താത്ത, പിന്നെ മെയിനായിട്ട് ഒരാളുള്ള എന്റെ ഉമ്മാന്റെ അനിയത്തിന്റെ പിയാപ്പിളുണ്ട് മൂപ്പര് എപ്പോഴും വിളിച്ചിട്ട് നല്ല മോട്ടിവേഷനാണ്. ഇപ്രാവശ്യം കിട്ടും നമുക്ക് രണ്ടാം കൂടി. മൂപ്പര് ബിസിനസ് മാൻ, നീ നല്ല ഡോക്ടറായിട്ട് വേണം ഹോസ്പിറ്റലിൽ തുടങ്ങാൻ വേണ്ടിട്ട്. അതൊരു മോട്ടിവേഷൻ ആയിരുന്നു അല്ലേ? മൂപ്പര് വാക്ക് മാറുന്നതിന് വേഗം സ്റ്റാർട്ടാക്കാൻ നോക്ക്. ഉമ്മാന്റെ ഏട്ടനുണ്ട് അബുദാബിയിലെ, മൂപ്പര് എപ്പോഴും വിളിച്ചിട്ട് രണ്ടാമത്തെ ഹോസ്പിറ്റലാണോ? എന്നെക്കാളും കൂടുതൽ ടെൻഷൻ ഓർക്കണ്ടായില്ലേ എക്സാമിന്റെ സമയത്തല്ലോ. എക്സാമിന് കയറുന്നവരെ ആ സമയം വരെ വിളിച്ചു, കയറുന്ന സമയം വരെ കയറി കഴിഞ്ഞപാട് വിളിക്കും. അങ്ങനെ ഭയങ്കര ടെൻഷനാണ്. അവർ നല്ല സപ്പോർട്ട് ചെയ്യും. പിന്നെ ടീച്ചേഴ്സിലൊക്കെ എടുത്ത് പറയാനുള്ള ടീച്ചേഴ്സ് പറയാനുള്ളത് മെയിനായിട്ട് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ ടീച്ചർ ഷഫീഖ് സാർ എന്ന് പറയും കോളേജിന്റെ. സാർ ഇപ്പോഴും നല്ല കോൺടാക്റ്റാ, നല്ല സപ്പോർട്ടാണ്. സാർ എന്നോട് പറഞ്ഞാൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തൊക്കെ എന്തായാലും എനിക്ക് കിട്ടും. സപ്പോർട്ട് ചെയ്ത് നല്ല സപ്പോർട്ട് ചെയ്തു. പിന്നെ ടീച്ചേഴ്സ് എന്ന് പറയാൻ പിന്നെ ഉസ്താദ് ഇവിടുത്തെ ഉസ്താദുണ്ട്, ഇവിടെ ലൈഫ് പഠിക്കുന്ന ഉസ്താദ് ഷാഫി ഉസ്താദ്. ഉസ്താദ് നല്ല മോട്ടിവേഷനാണ്. ഉസ്താദ് പറയും നാട്ടിൽ ഒരു ഡോക്ടർ ഇല്ല, എന്തായാലും നീ ഒരു ഡോക്ടറാണ്. ഫസ്റ്റ് ആണ്. നമ്മളിപ്പോ വന്നതിലൊക്കെ ഒരു ഫാമിലി മാത്രമേ ഉണ്ട് എന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഫസ്റ്റ് ഡോക്ടറാണ് അവരൊക്കെ. പിന്നെ പിന്നെ എടുത്ത് പറയാം അന്ന് അവിടെ ബാച്ചിൽ ഉണ്ടായിരുന്ന എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. ഞാൻ അങ്ങനെ പിന്നെയും മാറ്റി ചോദിക്കാനുള്ള ഞാൻ തന്നെ കാരണം അതാണ് വെച്ചാൽ ഒരാൾ ഒരു റിസൾട്ടിലേക്ക് എത്തുക എന്നുള്ളത് അയാളുടെ മാത്രം എഫേർട്ടാന്ന് പറയാൻ പറ്റില്ല. ഒരു സ്ട്രോങ് സപ്പോർട്ട് വേണം. സപ്പോർട്ട് സിസ്റ്റം. കാരണം നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് പോകുന്ന സമയത്ത് ബാക്ക് ഓഫ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. നിർത്തി പോകാനോ അല്ലെങ്കിൽ മടുത്ത് പോകാനോ ഒക്കെ പോകുന്ന കാര്യങ്ങളുണ്ടാവും. ഈ ഒരു ചുറ്റൊരു വലയ നമ്മളെ ചുറ്റുണ്ടാകുമ്പോൾ ഉമ്മ ഉപ്പ തുടങ്ങിയിട്ട് ഇവൻ പറഞ്ഞ പോലെ ടീച്ചർ, സുവോളജി, ഉസ്താദുമാർ, പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, ഇങ്ങനെയുള്ളൊരു വലയ അവിടെ ഉണ്ടാകുമ്പോഴാണ് സ്ട്രോങ്ലി നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. സോ അതൊക്കെ തന്നെയാണ് ആ ഒരു റീസൺസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തത്. സോ
ഫൈനലി എക്സാം എഴുതാൻ പോകുന്ന പിള്ളേരോട് ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. എന്താ പറയാനുള്ളത്? നീറ്റ് എഴുതാൻ പോകുന്നവർ 2025 നീറ്റ് എഴുതാൻ പോകുന്നവർ എല്ലാവരോടും മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് സ്റ്റഡി എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റഡിയാണ്. ഒന്നാമത് നമ്മൾ ഡൗട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും മറന്നുപോകില്ല. എനിക്ക് നല്ല അനുഭവം ഉണ്ട്. കുറെ കുട്ടികൾ വന്നിട്ട് ഡൗട്ട് ചെയ്യും. നമ്മൾ പഠിച്ച സാധനമാണെങ്കിൽ എന്തായാലും എനിക്ക് 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ സാധനം മറന്നു പോകും. പക്ഷെ ഒരു ഡൗട്ട് ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്നേരം നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷെങ്കിൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ചെയ്ത് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് എക്സാമിന് ഭയങ്കര ഉപകാരമായിരിക്കും. നമുക്ക് എക്സാം ആളിൽ തന്നെ കുറെ ആൻസർ ചെയ്യുമ്പോൾ അന്ന് ഒരാൾ വന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാവരും സപ്പോർട്ടീവായിട്ട് അപ്പുറത്തും നല്ല സപ്പോർട്ടീവായിട്ട് കിട്ടാതെ എന്തായാലും മടിക്കാണ്ട് ചോദിച്ചിട്ട് ഇപ്പൊ എന്താ നമുക്ക് അറിയാത്ത സാധനം കറക്റ്റ് അപ്പുറത്ത് ചോദിക്കുക. അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ആ ഒരു ടീമിന്റെ വിജയം നമ്മളെ ക്ലാസ്സിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ടീമിന്റെ വിജയമാണ്. അതേപോലെ എല്ലാവരും സപ്പോർട്ടീവായിട്ട് പിന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഇരിക്കുക, മോട്ടിവേറ്റഡ് ആയിരിക്കുക, പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇവനെന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയോ? എന്തെങ്കിലും പറയും. നസീഫിന്റെ വിജയത്തിൽ എനിക്ക് എന്താണ് പറയാനുള്ളത്?